ആത്മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി 9 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ചെല്ലുന്നിടത്തെല്ലാം രോഗികൾ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിക്കുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. അവൻ പോകുന്ന വഴികളെല്ലാം രോഗികളെ കൊണ്ട് തിങ്ങി നിറയുന്നു. രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ചുവെന്ന് പറയുന്നുണ്ട്. ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ മതി എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം രോഗികൾ. എന്താണ് ഈ വസ്ത്രത്തിന്റെ വിളുമ്പ് എന്ന് പറയുന്നത്? യഹൂദ വസ്ത്രധാരണം അനുസരിച്ച് ഈ വിളുമ്പലിന് എന്താണ് പ്രാധാന്യമുള്ളത്? എന്താണ് ഈ തെങ്ങലുകൾ? സംഖ്യയുടെ പുസ്തകം 15-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇസ്രായേലിലെ പുരുഷന്മാർക്ക് മോശ കൊടുത്ത കൽപ്പന പ്രകാരം വസ്ത്രത്തിന്റെ വിളുമ്പിൽ തെങ്ങലുകൾ അവർ വെച്ചുപിടിപ്പിക്കണമെന്ന് അവരെ പഠിപ്പിച്ചിരുന്നു. എന്താണിത്? എന്താണ് ഇതിന്റെ പ്രത്യേകത? നിങ്ങളുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ പിന്തുടരാതെ ദൈവത്തിന്റെ കൽപ്പനകൾ പിന്തുടരണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് വസ്ത്രത്തിന്റെ അടിയിലുള്ള തെങ്ങലുകൾ. നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരാകണമെന്നും ഹൃദയത്തിന്റെ അഭിലാഷങ്ങളുടെ പുറകെ പോകുന്നവരല്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് വസ്ത്രത്തിന്റെ അടിയിലുള്ള തെങ്ങലുകൾ, ഈ വിളുമ്പ് എന്ന് പറയുന്നത്. അത്രമാത്രം പ്രാധാന്യം വസ്ത്രത്തിന് അവിടെ കൊടുക്കുന്നുണ്ട്. യേശു ധരിച്ചിരുന്ന വസ്ത്രം യഹൂദ റബ്ബിമാർ ധരിച്ചിരുന്ന വസ്ത്രമാണ്. ഈശോ ആ വസ്ത്രധാരണം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരുപക്ഷെ നമ്മൾ ചോദിക്കുമായിരിക്കാം. മോശയുടെ നിയമപ്രകാരമുള്ള മതപരമായിട്ടുള്ള നിയമങ്ങൾ താൻ അതിലംഘിക്കുന്നില്ല എന്ന് റബ്ബിയായ താൻ ജനങ്ങളുടെ മുമ്പിൽ ആ വസ്ത്രധാരണം സ്വീകരിക്കുന്നുവെന്ന് ഈശോ ഇവിടെ നമ്മളെ കാണിച്ച തരികയാണ്. നമ്മുടെയൊക്കെ കുർബാന വസ്ത്രങ്ങൾ ഇന്ന ദിനം നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ദൈവമായ കർത്താവ് അഹ്റോന് കൊടുത്ത കൽപ്പനയാണ് നമ്മളൊക്കെ ഈ വിശുദ്ധ ബലിമധ്യേ ധരിക്കുന്ന മനോഹരമായ വസ്ത്രധാരണങ്ങൾ. ഓരോ മനോഹരമായ വസ്ത്രധാരണങ്ങൾ പുരോഹിതന്മാർ ധരിക്കുമ്പോൾ പുരോഹിതന്മാരെയും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന ജനങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ നടക്കുന്ന സാധാരണകരമായ ഒരു പ്രവൃത്തിയല്ല പുരോഹിതൻ അവിടെ നിർവഹിക്കുന്നത് എന്നും അതിവിശുദ്ധമായ പരമപരിശുദ്ധനായ ദൈവത്തിന്റെ ബലിയാണ് പുരോഹിതൻ അർപ്പിക്കുന്നതെന്ന് പുരോഹിതനും ദൈവജനത്തിനും ബോധ്യമുണ്ടാകുവാൻ വേണ്ടിയാണ് വ്യത്യസ്തമായ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഏറ്റവും നല്ലത് കുർബാനയുടെ സമയത്ത് വിശുദ്ധ ബലിമധ്യേ നമ്മൾ ഉപയോഗിക്കണം. ഏറ്റവും നല്ലത് നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ ചെയ്യണം. നമ്മുടെയൊക്കെ ദൈവത്തിന്റെ ആലയങ്ങൾ ഏറ്റവും മനോഹരമായിരിക്കണം. നമ്മുടെയൊക്കെ ഭവനങ്ങൾ മോടി കൂട്ടാൻ വേണ്ടി നമ്മൾ വ്യഗ്രത കൊള്ളുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ആലയം ഇങ്ങനെ ഒരു വൃത്തിയില്ലാതെ മുഷിഞ്ഞു കിടക്കാനായിട്ട് പാടില്ല. അത് മനോഹരമായിട്ട് സൂക്ഷിക്കേണ്ടത് ദൈവജനത്തിന്റെ വലിയ ഉത്തരവാദിത്തങ്ങളാണ്. ചിലപ്പോഴൊക്കെ സങ്കടം തോന്നുന്ന കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ കുർബാന വസ്ത്രങ്ങൾ പോലും കീറിയും അതിന്റെ തുന്നലൊക്കെ പോയ പഴകിയ വസ്ത്രങ്ങളൊക്കെ ചില ദേവാലയങ്ങളിൽ കാണാറുണ്ട്. നമ്മളൊക്കെ എത്രയോ പൈസയാണ് വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത്. പരമപരിശുദ്ധനായ ദൈവത്തിന്റെ ബലിയർപ്പിക്കാൻ വേണ്ടി ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായ പുരോഹിതന്മാർ
ധരിക്കുന്ന ബലിമധ്യ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ എത്രയോ വൃത്തിയോടും മനോഹരമായിട്ട് സൂക്ഷിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 27-ാം വാക്യത്തിൽ കുർബാന അർപ്പണത്തിൽ വൈദികൻ ക്രിസ്തുവിനെ ധരിക്കുന്നുവെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അവിശുദ്ധ വസ്ത്രധാരണത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. പുരോഹിതൻ ക്രിസ്തുവിനെ ധരിക്കുന്നുവെന്ന്. പുറപ്പാടിന്റെ പുസ്തകം 28-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മോശ പുരോഹിതന്മാർക്ക് പ്രത്യേകമായ വസ്ത്രധാരണം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെയൊക്കെ ഓരോ ദേവാലയങ്ങൾ നമ്മുടെയൊക്കെ അതിവിശുദ്ധമായിട്ടും അതിമനോഹരമായിട്ടും നമ്മൾ സൂക്ഷിക്കണം. നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം. പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. ചില ഓഡിറ്റോറിയങ്ങളൊക്കെ കല്യാണങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്ക് വേണ്ടി ഓഡിറ്റോറിയങ്ങൾ ലക്ഷങ്ങൾ പൊടിപൊടിച്ച നമ്മൾ മനോഹരമാക്കും. എന്നാൽ വിശുദ്ധമായ കർത്താവിന്റെ ബലിപീഠത്തെ മനോഹരമാക്കാൻ വേണ്ടി ഒരു 1000 രൂപയുടെ പൂവ് പോലും വെക്കാൻ മറന്നുപോകുന്ന അല്ലെങ്കിൽ മടി കാണിക്കുന്ന ആളുകളെയൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. സങ്കടം തോന്നിയിട്ടുണ്ട്. ദൈവത്തിന്റെ ബലിപീഠത്തെ മറന്നുകൊണ്ട് എന്തൊരു ആഘോഷത്തിലേക്ക് നമ്മൾ പോയാലും അത് നിലനിൽക്കുന്നൊരു അനുഗ്രഹം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ഇന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ അവർ സ്പർശിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കുകയാണ്. ഇന്നിന്റെ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ബലിപീഠത്തിലും പുരോഹിതൻ ധരിക്കുന്നത് ക്രിസ്തുവിനെയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ബലികൾ അർപ്പിക്കപ്പെടുന്ന അവസരത്തിൽ അത് ക്രിസ്തു തന്നെയായി മാറുന്നുവെന്നും നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവും വില കൂടിയതും അതിവിശുദ്ധമായതും അതിമനോഹരമായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.